ഞാൻ ചെയ്തെടുത്തിട്ട് ഒരു ഫ്ലവർ നടുക്കിൽ വെച്ചിട്ട് ഒരു സ്ക്വയർ ഡിസൈൻ ചെയ്തെടുത്തതാണ്. ഈ സ്ക്വയർ ഡിസൈൻ കാണാൻ ഇതേമാതിരി ഉണ്ടാവും. അപ്പോൾ ബാക്കിൽ നിന്നാണ് ഇത് ശരിക്കും ചെയ്തെടുത്തത്. അപ്പോൾ ഈ വർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഈ വർക്ക് ഈ ഫ്ലവറിൻ്റെ നടുക്കിൽ വെച്ചിട്ട് ഈ സ്ക്വയർ ഡിസൈൻ എങ്ങനെ ചെയ്യുക എന്നുള്ള വിധം ഞാൻ കാണിച്ചു തരാം. ഒരു പൂവ് മാതിരിയുള്ള ഡിസൈനാണിത്. ഈ ഡിസൈനിൻ്റെ ചുറ്റും ഒരു സ്ക്വയർ ഡിസൈൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ പൂവ് ചെയ്യുന്ന വിധം ഞാനിതിൻ്റെ മുന്നേ ഉള്ള ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. എൻ്റെ വീഡിയോ കൊമ്പിയിലേത്ത് ക്രിയേഷൻസ് എന്നുള്ള ചാനൽ നോക്കി ഈ പൂവ് ചെയ്യുന്ന വിധം കാണിക്കുക. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ചുറ്റും ഒരു സ്ക്വയർ ഡിസൈൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഈ സ്ക്വയർ ഡിസൈൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിത് ഈ കളറിലെ നൂലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ കണ്ട് ഈ രണ്ട് കോർണർ അതേമാതിരി 2 കോർണറിൽ വെച്ചിട്ട് ഇങ്ങനെ വരും. ഈ കുഴച്ചിട്ട് ഇത് കൊടുക്കുക, അങ്ങനെ വെച്ചിട്ട് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ എങ്ങനെ ചെയ്യാൻ നോക്കാം. ആദ്യം നമുക്ക് ഇതേ കളറിൻ്റെ നൂല് തന്നെ ജോയിൻ്റ് ആക്കി കൊടുക്കുക. ഇവിടെ ഇങ്ങനെ സ്ക്വയർ കൊടുക്കുക. ഈ എങ്ങനെയാ വെച്ചാൽ ഇവിടെ കണ്ടോ ഈ ബാക്ക് സൈഡുണ്ട്, ആ ബാക്ക് സൈഡിലാണ് ഞാൻ കൊടുക്കുന്നത്. ഇവിടെ കൊടുക്കുക. ഇതിലുള്ളത് ഡബിൾ ക്രോഷ്യ ചെയ്തെടുത്തിട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് 3 ചെയിനുണ്ട്. 3 ചെയിനിടുമ്പോൾ ഒരു ഡബിൾ ക്രോഷ്യ ആയില്ല. വീണ്ടും ഒരു ചെയിനും കൂടെ ഇടുക. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ എടുക്കുക. ഇവിടെ അതേമാതിരി ഒരു ഡിസൈൻ വന്നു, വി മാതിരിയുള്ള. പിന്നെ കുറച്ച് ചെയിനുകളുണ്ട്, ഒരു 4-5 ചെയിൻ ഇട്ടാൽ മതി. ചെയിൻ ഇട്ടിട്ട് കഴിഞ്ഞിട്ട് ഇനി അടുത്ത ജോയിൻ്റ് ആക്കുന്ന കോർണർ കൊടുക്കുന്ന ഇവിടെയാണ്. അപ്പോൾ ഇവിടെ അങ്ങനെ ഉണ്ടല്ലോ, ഇവിടെ വെച്ചിട്ട് ഇവിടെ അങ്ങനെ ബാക്കിൽ നിന്നാണ് എടുക്കേണ്ടത്. ബാക്കിൽ നിന്ന് എടുത്തിട്ട് ഒരു ചെയിൻ ഇട്ട് ഇതാക്കുക. കണ്ടോ അതേമാതിരി. പിന്നെ വീണ്ടും 3 ചെയിൻ ഇടുക. 3 ചെയിൻ ഇട്ടിട്ട് ഇതവിടെ അതേമാതിരി കെട്ട് വന്നിട്ടുണ്ട്. ഇവിടെ അതേമാതിരി എടുക്കുക. ഇവിടെ അതേമാതിരി എടുത്തിട്ട് ഇതിനുള്ള കൂടെ എടുക്കുക. അവിടെ ഒരു ഡബിൾ ക്രോഷ്യ മാത്രം ചെയ്ത് ജോയിൻ്റ് ആക്കിയിട്ടില്ല. ഇവിടെ അങ്ങനെ എടുത്തിട്ട് ഇവിടെ ഇതേമാതിരി തന്നെ എടുക്കുക. ഇതേമാതിരി എടുത്ത് ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഡബിൾ ക്രോഷ്യ ചെയ്ത് ഒരു ചെയിനുണ്ട്, വീണ്ടും അതിൻ്റെ മുകളിൽ തന്നെ ഒരു ഡബിൾ ക്രോഷ്യ എടുക്കുക ചെയ്യുക. ഇതേമാതിരി വന്നു. പിന്നെ വീണ്ടും 3 ചെയിനിട്ടിട്ട് ഇതവിടെ അങ്ങനെ ജോയിൻ്റ് ആക്കി കൊടുക്കുക. ഒരു ഡബിൾ ക്രോഷ്യ കൊടുത്ത് ജോയിൻ്റ് ആക്കിയാലും കുഴപ്പമില്ല. ഒരു ഡബിൾ ക്രോഷ്യ കൊടുത്ത് ജോയിൻ്റ് ആക്കും. അപ്പോൾ ഇവിടെ 2 കോർണറിൽ നമ്മൾ ഇത് കൊടുക്കുന്നുണ്ട്, കണ്ടത്. ഇനി അടുത്തത് വീണ്ടും 3 ചെയിനുണ്ട്. ഇവിടെ അതാ ജോയിൻ്റ് ആക്കുക. ഡബിൾ ക്രോഷ്യ കൊടുത്ത് ജോയിൻ്റ് ആക്കിയാൽ നല്ലത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും 3 ചെയിനിട്ടിട്ട് ഇവിടെയൊക്കെ വരുന്ന സമയത്ത് ഇവിടെ ഒരു ഡബിൾ ക്രോഷ്യ കൊടുക്കുക. ഡബിൾ ക്രോഷ്യ കൊടുത്ത് ഒരു ചെയിനിട്ട് വീണ്ടും ഒരു ഡബിൾ ക്രോഷ്യ അവിടെ തന്നെ കൊടുക്കുക. അങ്ങനെ വന്നപ്പോൾ അത് കഴിഞ്ഞിട്ട് വീണ്ടും 3 ചെയിനിടുക. ചെയിനിട്ടിട്ട് ഇവിടുത്തെ ഇതിൻ്റെ മുകളിൽ ഒരു ഡബിൾ ക്രോഷ്യ ഒറ്റ ഡബിൾ ക്രോഷ്യ കൊടുത്ത് ജോയിൻ്റ് ആക്കുക. പിന്നെ വീണ്ടും 3 ചെയിനിടുക.
എന്നിട്ട് ഇതേമാതിരി തന്നെ ഇവിടെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. ഇവിടെ കോർണറിൽ നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ, അതേമാതിരി തന്നെ ചെയ്തെടുക്കുക. ഇതെടുത്ത് ഇവിടെ അതേമാതിരി തന്നെ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഇവിടെ ഒരു ചെയിൻ ഇടുക. ഇതിൻ്റെ ഒരു ഡബിൾ ക്രോഷ്യ അവിടെ തന്നെ ചെയ്തെടുക്കുക. ഇങ്ങനെ വന്നു. അപ്പോൾ അതേമാതിരി ഇതാ ഈ ബാക്ക് സൈഡ് കാണുന്ന സമയത്ത് ഇതേമാതിരി വന്നു. ഇനി അടുത്തതിൻ്റെ മുകളിൽ നിന്ന് ഓരോ ഡബിൾ ക്രോഷ്യ സ്ക്വയറായിട്ട് ചെയ്തെടുക്കണം. ഇത് അവരവിടെ ചെയ്തെടുത്തിന്. ഈ വീനോട് കൂടിയിട്ട് നമുക്കിത് ജോയിൻ്റ് ആക്കി കൊടുക്കാം. കണ്ടോ, ഇവിടെ ജോയിൻ്റ് ചെയ്ത് ഇനി അടുത്ത ചെയ്യുന്നത് ഇവിടെ രണ്ടെണ്ണം ചെയ്ത് വെച്ചില്ല. ഇവിടെ 2 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ഇതിൻ്റെ ഈ സ്റ്റെപ്പിൻ്റെ മുകളിൽ തന്നെ 2 ഡബിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കണം. 2 ഡബിൾ ക്രോഷ്യ ചെയ്തെടുത്തിട്ട് ഈ വീൻ്റെ ഉള്ളിലുണ്ട് ഒരു ചെയിനിട്ട് വെച്ചിട്ടുണ്ട്, അതിൻ്റെ ഉള്ളിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. വീണ്ടും ഒരു ചെയിൻ ഇടുക. വീണ്ടും ഒരു ഡബിൾ ക്രോഷ്യ അതിൻ്റെ ഉള്ളിൽ തന്നെ ചെയ്തെടുക്കുക. അങ്ങനെ ഒരു സ്ക്വയർ ആയി വരണമല്ലോ അങ്ങനെ. പിന്നെ ഇവിടെ ഈ ഒരു ഡബിൾ ക്രോഷ്യ ഉണ്ടല്ലോ, അതിൻ്റെ മുകളിൽ നിന്ന് 2 ഡബിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കുക. 2 ഡബിൾ ക്രോഷ്യ വീതം ചെയ്തെടുത്തു. ഇവിടെ അങ്ങനെയാണ്. പിന്നെ ഇവിടെ ഈ ചെയിനുകൾ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്ന് ഓരോ ചെയിനിൻ്റെ ചെയിൻ ഇട്ടിട്ട് 4 ഡബിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കുക. ഇവിടെ കണ്ടു 1 2 3 4 ഡബിൾ ക്രോഷ്യ വീതം ചെയ്തെടുത്തു. 4 ഡബിൾ ക്രോഷ്യ. പിന്നെ ഈ ഒരു ഡബിൾ ക്രോഷ്യ നമ്മൾ ആദ്യം ചെയ്ത് വെച്ച് അതിൻ്റെ മുകളിൽ നിന്ന് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. അപ്പോൾ അതവിടെ ഇതേമാതിരി വന്നു. വീണ്ടും ഈ ചെയിൻ്റെ മുകളിൽ നിന്ന് 4 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. 2 4 ഡബിൾ ക്രോഷ്യ ചെയ്തെടുത്തു. 4 ഡബിൾ ക്രോഷ്യ ചെയ്തെടുത്ത് ഇവിടെ 2 ചെയിൻ ഇട്ട് വെച്ചിട്ടുണ്ട്. അവിടെ കണ്ടത് ഇതിൻ്റെ ആദ്യത്തെ ചെയിനിൻ്റെ മുകളിൽ നിന്ന് 2 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ഒരു സ്ക്വയർ രൂപത്തിൽ വരണമല്ലോ, അതിന് വേണ്ടി ആദ്യം 2 ഡബിൾ ക്രോഷ്യ ഇതിൻ്റെ മുകളിൽ ചെയ്തെടുത്തിട്ട് ഈ ഒരു ചെയിൻ ഇവിടെ കിടക്കുന്നുണ്ടല്ലോ, ഈ ചെയിനിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ഡബിൾ ക്രോഷ്യ ആദ്യം ചെയ്യാം. വീണ്ടും ഒരു ചെയിൻ ഇടുക. വീണ്ടും ഒരു ചെയിൻ ഇട്ടിട്ട് വീണ്ടും ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുത്ത് കണ്ടോ. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഈ ഒരു ഡബിൾ ക്രോഷ്യ ഉണ്ടല്ലോ, ഇതിൻ്റെ മുകളിൽ നിന്ന് 2 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കണം. അപ്പോൾ ഒരു സ്ക്വയർ വലിപ്പത്തിൽ വരുന്ന കണ്ടില്ലേ. ഇനി ഇവിടെ ഇതേമാതിരി ഈ ചെയിൻ്റെ ഉള്ളത് 4 ഡബിൾ ക്രോഷ്യ അല്ലേ ഇവിടെ ചെയ്തെടുത്ത്. അത് ഇവിടെ എത്ര ഡബിൾ ക്രോഷ്യ ചെയ്താൽ അതേമാതിരി തന്നെ 4 സൈഡും ചെയ്തിട്ട്, അല്ലെങ്കിൽ ഒന്ന് വലുതോ ഒരു സൈഡ് വലിപ്പം കൂടുതൽ ഒരു സ്ഥലത്ത് വലിപ്പം കുറഞ്ഞിട്ടായിപ്പോവും. അപ്പോൾ ഇവിടെ ആദ്യം ഈ ചെയിൻ്റെ ഉള്ളത് 4 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. 3 എണ്ണമായിട്ടുണ്ട്. ഒന്നും കൂടെ ചെയ്യണം. ഒരു ഡബിൾ ക്രോഷ്യം കൂടെ ചെയ്തെടുത്ത് പിന്നെ വീണ്ടും ഈ ഡബിൾ ക്രോഷ്യ അവിടെ ഈ ഒരു ഡബിൾ ക്രോഷ്യ ഒറ്റ സിംഗിൾ ക്രോഷ്യ ചെയ്ത് ഡബിൾ ക്രോഷ്യ ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുത്ത് പിന്നെ വീണ്ടും അവിടെ ഈ ചെയിൻ ഉണ്ടല്ലോ, ഈ ചെയിനിൻ്റെ ഉള്ളിൽ നിന്ന് 4 ഡബിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കുക. പിന്നെ ഇതവിടെ കോർണറിൻ്റെ ഇത് വന്നു, ഇവിടെ കെട്ട് വന്നിട്ടുണ്ട് ഇവിടെ. അത് കഴിഞ്ഞിട്ട് ഇവിടെ കോർണറിൽ നമ്മൾ വി ആയിട്ടൊരു ഡബിൾ ക്രോഷ്യ ചെയ്ത് വെച്ചിട്ടുള്ളല്ലോ, ആ ഡബിൾ ക്രോഷ്യേൻ്റെ ആദ്യത്തെ ഈ ഡബിൾ ക്രോഷ്യേൻ്റെ മുകളിൽ നിന്ന് 2 ഡബിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കുക.
ഉണ്ടോ? ആദ്യം 2 ഡബിൾ ക്രോഷ്യ ഒന്നിൻ്റെ മുകളിൽ ചെയ്തെടുത്ത് ഒരു ഡബിൾ ക്രോഷ്യേൻ്റെ മുകളിൽ 2 ചെയ്തെടുക്കുക. പിന്നെ ഈ ചെയിനിൻ്റെ അകത്തുനിന്ന് ഒരു ഡബിൾ ക്രോഷ്യ ആദ്യം ചെയ്തെടുക്കുക. വീണ്ടും ഒരു ചെയിനിടുക. അതിൻ്റെ മുകളിൽ നിന്ന് വീണ്ടും ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. അപ്പോൾ 3 കോർണറായിട്ട് ഇവിടെ കണ്ടത് ഈ ഒരു കോർണർ, ഈ ഒരു കോർണർ, ഈ ഒരു കോർണർ. ഇനി അത് കഴിഞ്ഞിട്ട് ഇവിടെ ഈ ചെയിനിൻ്റെ മുകളിൽ നിന്ന് ഇതേമാതിരി തന്നെ 4 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കണം. വ്യത്യാസം വരാൻ പാടില്ല. വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ഒരു ഭാഗം വലുത് ഒരു ഭാഗം ചെറുത് കഴിയുമ്പോൾ അപ്പോൾ സ്ക്വയർ ഷേപ്പ് കിട്ടില്ല. 4 ഡബിൾ ക്രോഷ്യ ചെയ്തെടുത്തിട്ട് ഇതാ ഈ ഒറ്റയ്ക്കുള്ളൊരു സിംഗിളായിട്ടൊരു ഡബിൾ ക്രോഷ്യ ഉണ്ടല്ലോ, അതിൻ്റെ മുകളിൽ നിന്ന് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. വീണ്ടും ഈ ചെയിനിൻ്റെ ഉള്ളിൽ അവിടെ ചെയിൻ ഉണ്ടല്ലോ, ഈ ചെയിനിൻ്റെ അകത്ത് 4 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ ഈ ചെയിനിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു 2 ഡബിൾ ക്രോഷ്യ പിന്നെ വീണ്ടും ഒരു ചെയിനിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ഡബിൾ ക്രോഷ്യ, ഇത് ചെയിന്, വീണ്ടും ഒരു ഡബിൾ ക്രോഷ്യ. ഇനി ഇതവിടെ ഇത് ചെയിനിൻ്റെ അകത്തുനിന്ന് ഒരു ഡബിൾ ക്രോഷ്യ കൂടെ ചെയ്തെടുക്കുന്നത്. ഉള്ളത്. ഇനി അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇതിൻ്റെ മുകളിൽ ഈ ചെയിനിൻ്റെ മുകളിൽ നിന്ന് 4 ഡബിൾ ക്രോഷ്യ കൂടെ ചെയ്തെടുത്ത് അത് കഴിഞ്ഞ് നമ്മൾ ചെയ്ത് വെച്ചില്ലേ മുകളിൽ 4 ഡബിൾ ക്രോഷ്യ ചെയ്തെടുത്ത് ഇത് അതിൻ്റെ മുകളിൽ ജോയിൻ്റ് ആക്കി ഇവിടെ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ഇതിൻ്റെ മുകളിൽ ജോയിൻ്റ് ആക്കി കൊടുക്കും. ഇതേമാതിരി സ്ക്വയർ വന്നു. ഈ സ്ക്വയറിൻ്റെ അകത്ത് ഈ സ്ക്വയറിൻ്റെ വലിപ്പം കൂട്ടി കൊടുത്താൽ ഈ പൂവിൻ്റെ സ്ക്വയർ എങ്ങനെയാണ് വരിക നോക്കാം. ഇവിടെ അങ്ങനെ 3 ഡബിൾ ക്രോഷ്യകൾ വന്നു സ്ക്വയറൊക്കെ സ്ഥലത്ത്. അങ്ങനെ ഇത് ചെയ്തെടുക്കുക. ഇവിടെ ഞാൻ ചെയ്തെടുത്തുകൊണ്ട് ഇതേമാതിരി ഇവിടെ കോർണറിലെത്തുന്ന സമയത്ത് ആദ്യത്തേൻ്റെ മുകളിൽ ഇത് കണ്ട് ഇവിടെ നമ്മൾ ചെയ്ത് വെച്ച ചെയിനിൻ്റെ അതിൻ്റെ മുകളിൽ നിന്ന് ആദ്യത്തേൻ്റെ മുകളിൽ നിന്ന് 2 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കും. ചെയ്തിട്ട് പിന്നെ ഈ ചെയിനിൻ്റെ ഉള്ളിൽ നിന്ന് ആദ്യം ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കും. പിന്നെ വീണ്ടും ഒരു ചെയിനുണ്ട്, ചെയിനിട്ട് ഒരു ഡബിൾ ക്രോഷ്യയും കൊണ്ട് ചെയ്തെടുക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതവിടെ 2 ഡബിൾ ക്രോഷ്യ ചെയ്തെടുത്തു. അപ്പോൾ അത് അതേമാതിരി വന്നുകൊണ്ട് ഇതേമാതിരി വന്നു. ഇനി അടുത്തത് ഇതേമാതിരി തന്നെ ഈ കോർണർ ഇതവിടെ എങ്ങനെയാണ് വരുന്നത് ഇതുവരെ ചെയ്തെടുക്കണം. അതേമാതിരി തന്നെ ഓരോ ഡബിൾ ക്രോഷ്യ വീതം ഓരോന്നിൻ്റെ മുകളിൽ നിന്ന് ചെയ്തെടുക്കുക. അതേമാതിരി ഒരു സ്ക്വയർ വന്നിട്ടുണ്ട്. പിന്നെ അടുത്ത ഒരു സ്ക്വയറും കൂടെ തയ്ച്ചിരുന്നു. അപ്പോൾ അവിടെ തന്നെ ഇതവിടെ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. അവിടെ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അവിടെ അങ്ങനെ 3 ചെയിൻ ഇടുമ്പോൾ ഒരു ഡബിൾ ക്രോഷ്യ, അടുത്തതിൻ്റെ മുകളിൽ നിന്ന് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്ത് വീണ്ടും ഒരു ഡബിൾ ക്രോഷ്യ ചെയ്ത്
ഈ കോർണറിൽ നമ്മൾ ചെയ്ത് വെച്ചൊരു ഡബിൾ ക്രോഷേൻ്റെ ഇതുണ്ടല്ലോ, അത് സ്ക്വയർ ഡിസൈൻ കിട്ടാൻ വേണ്ടിയാണ് 2 ചെയിനിട്ട് അല്ല 2 ഡബിൾ ക്രോഷേ ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഈ ചെയിൻ്റെ ഉള്ളിൽ ഒരു ഡബിൾ ക്രോഷേ ചെയ്യുക. അപ്പോഴേ സ്ക്വയർ ഡിസൈൻ വരുള്ളൂ. വീണ്ടും ഒരു ഡബിൾ ക്രോഷേ ഒരു ചെയിൻ ഇടുക. പിന്നെ വീണ്ടും ഇതിൻ്റെ അകത്തൊരു ഡബിൾ ക്രോഷേ ചെയ്തെടുക്കുക. ഉണ്ടോ? അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ ഈ ഡബിൾ ക്രോഷേ ഉണ്ടല്ലോ, അതിൻ്റെ മുകളിൽ നിന്ന് 2 ഡബിൾ ക്രോഷേ വീതം ചെയ്തെടുക്കണം. പിന്നെ അത് അവിടെയൊക്കെ നമ്മൾ ചെയ്ത് വെച്ച ഡബിൾ ക്രോഷകളുണ്ടല്ലോ, അതിൻ്റെ മുകളിൽ നിന്ന് 3 എണ്ണമൊക്കെ ചെയ്ത് വെച്ചില്ല, ആ ഡബിൾ ക്രോഷേൻ്റെ മുകളിൽ നിന്നൊക്കെ ഓരോ ഡബിൾ ക്രോഷേ വീതം ചെയ്തെടുക്കുക. ഓരോന്നിൻ്റെ മുകളിൽ നിന്ന് ഓരോ ഡബിൾ ക്രോഷേ വീതം ചെയ്തെടുക്കുക. കൂട്ടി കൊടുക്കേണ്ട ആവശ്യമില്ല. 4 കോർണറിൽ മാത്രമേ ഇൻക്രീസ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാലേ സ്ക്വയർ ആയിട്ട് കിട്ടുള്ളൂ, അല്ലെങ്കിൽ സ്ക്വയറായിട്ട് കിട്ടില്ല. ഇത് വരെ ചെയ്തെടുക്കണം. ഇവിടെ നമ്മളൊരു കോർണറിൽ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് വരെ ചെയ്തെടുക്കണം. ഇതവിടെ കോർണറിലെത്തിയ സമയത്ത് ഇതിൻ്റെ മുകളിൽ നിന്ന് ആദ്യം 2 ഡബിൾ ക്രോഷേ ചെയ്തെടുത്ത് 2 ഡബിൾ ക്രോഷേ ചെയ്തെടുത്ത് 2 ഡബിൾ ക്രോഷേ ചെയ്തെടുത്തിട്ട് ഈ ചെയിൻ ഉണ്ടല്ലോ, ഈ ചെയിൻ്റെ ഉള്ളിൽ ഒരു ഡബിൾ ക്രോഷേ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ചെയിൻ ഇടുക. അതിൻ്റെ ഉള്ളിൽ നിന്ന് പിന്നെ ഒരു ഡബിൾ ക്രോഷേ ചെയ്തെടുക്കുക. അതേമാതിരി വന്നു ഇവിടെ സ്ക്വയറായിട്ട് വരുന്ന കണ്ടത്. ഇനി ഇവിടെ അത് 2 ഡബിൾ ക്രോഷേ ചെയ്തെടുക്കുക. പിന്നെ അത് അവിടെ അങ്ങനെ ഒരു ഡബിൾ ക്രോഷേ ചെയ്യും. ചെയ്തിട്ട് ഈ കോർണറിൽ നമ്മൾ ചെയ്ത് വെച്ചിട്ടില്ലേ, അത് വരെ ഇത് അവിടെ ഉണ്ട്, അത് വരെ ചെയ്ത് കൊണ്ടുവരണം. ഇതേമാതിരി ഓരോന്നിൻ്റെ മുകളിൽ നിന്ന് ഓരോ ഡബിൾ ക്രോഷേ വീതം ഓരോന്ന് ചെയ്ത് കൊണ്ടുവരണം. ഈ കോർണറിൽ ചെയ്യുന്നവരെ ചെയ്ത് കൊണ്ടുവരണം. അതേമാതിരി ഈ സ്ക്വയർ ചെയ്തെടുത്തുകൊണ്ട് ഈ സൈഡ് ചെയ്തെടുത്ത് അതിന് ഇവിടെ അതേമാതിരി കോർണർ വന്നു. കോർണർ വരുന്ന സമയത്ത് ഇതേമാതിരി 2 ഡബിൾ ക്രോഷേ ചെയ്ത് ഇതിൻ്റെ മുകളിൽ 2 ഡബിൾ ക്രോഷേ ചെയ്ത് കഴിഞ്ഞ് ഈ ചെയിനിൻ്റെ അടുത്തുനിന്ന് ഒരു ഡബിൾ ക്രോഷേ ചെയ്തെടുക്കുക. പിന്നെ വീണ്ടും ഒരു ചെയിൻ ഇടുക. പിന്നെ ഇവിടെ ഒരു ഡബിൾ ക്രോഷേ ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇവിടെ അതാ 2 ഡബിൾ ക്രോഷേ ഈ ചെയിനിൻ്റെ മുകളിൽ ചെയ്തെടുക്കുക. ചെയ്തെടുത്തില്ലേ. ഇനി ഇവിടെ എന്താ ചെയ്യുക, ഇവിടെ അതേമാതിരി ഇത്രയും നീളത്തിൽ ഡബിൾ ക്രോഷേ ചെയ്ത് കൊണ്ടിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ജോയിൻ്റ് ആക്കി കൊടുക്കുക. അപ്പോൾ ഒരു സ്ക്വയർ ഡിസൈൻ വന്നിട്ടുണ്ട്. ഫ്ലവറോട് കൂടിയ ഒരു സ്ക്വയർ ഡിസൈൻ വന്നു. അപ്പോൾ ഇവിടെ ജോയിൻ്റ് ആക്കി കൊടുക്കുക. 3 ഡബിൾ ക്രോഷേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഫ്ലവറോട് കൂടിയ ഒരു സ്ക്വയർ ഡിസൈൻ ആവും. അപ്പോൾ അത്
ഉണ്ടോ? ഇവിടെ വരെ എത്തി. ഇനി ഇതിനോട് കൂടിയിട്ട് ഇത് ജോയിൻ്റ് ആക്കി, ഇവിടെ നമ്മൾ ചെയിൻ ഇട്ടിട്ട് ജോയിൻ്റ് ആക്കിയിട്ടുണ്ട്, അവിടെ ജോയിൻ്റ് ആക്കി കൊടുത്താൽ ഡിസൈൻ ഈ സ്ക്വയർ ഡിസൈൻ ഇതേമാതിരിയാണ്, ഫ്ലവറോട് കൂടിയ സ്ക്വയർ ഡിസൈൻ. ഈ സ്ക്വയർ ഡിസൈൻ ഇവിടെ അതേമാതിരി ഉണ്ടാവും കാണാനായിട്ട്. അപ്പോൾ ഇനി അടുത്തൊരു കാര്യം, അടുത്തതിൻ്റെ മുകളിൽ കൂടെ നമുക്ക് ഒരു സിംഗിൾ ക്രോഷ്യ കൊടുത്തിട്ട് ഒരു ബോർഡറും കൂടെ കൊടുക്കാം. അപ്പോൾ ഒന്നും കൂടെ നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട്. അപ്പോൾ അത് അവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്യും. ഈ കളറാണല്ലോ നടുക്കിലുള്ളത്, ആ നടുക്കിലുള്ള ആ കളർ കൊണ്ട് തന്നെ സിംഗിൾ ക്രോഷ്യ കൊടുക്കുക. ഇവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്യത്, അവിടെ ചെയിൻ ഇട്ട് വെച്ചതുണ്ട്, ചെയിൻ ഉണ്ടല്ലോ, ആ ചെയിൻ്റെ ഉള്ളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. സിംഗിൾ അത് കൂട്ടി കൊടുക്കുന്നത് വേണ്ട, ഒരേ ഇതിൽ കൊടുത്താൽ മതി. ഓരോ ഡബിൾ ക്രോഷ്യേൻ്റെ ഉള്ളിൽ നിന്ന് ഓരോ സിംഗിൾ ക്രോഷ്യ വീതം ചെയ്ത് കൊടുത്താൽ മതി. ഉണ്ടല്ലേ? ഇതേമാതിരി ഈ സ്ക്വയർ ഫുള്ളായിട്ട് ചെയ്തിട്ട് ഇതുവരെ കൊണ്ടുവരണം. അതേമാതിരിയുള്ള ഈ സ്ക്വയർ ഡിസൈൻ കാണുന്ന സാധ്യതയുണ്ട്. അപ്പം ഈ ഡിസൈൻ ഇതേമാതിരി ഉണ്ട്.